ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, സെക്കുലറിസം ഈ രണ്ട് വാക്കുകൾ നീക്കം ചെയ്യേണ്ടതാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് നമ്മുടെ RSS സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബിളെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പൊതുവെ BJPയുടെ രാഷ്ട്രീയ എതിരാളികളായ പാർട്ടികൾക്കും നേതാക്കൾക്കും, ഇപ്പോൾ MA ബേബിയെ പോലെയുള്ളവർ, ജയറാം രമേശിനെ പോലെയുള്ളവരൊക്കെ ഈ RSS മനുസ്മൃതിയെയാണ് പിന്തുടരുന്നതെന്നും മനുസ്മൃതിയെ ഭരണഘടനയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കണം എന്നുമൊക്കെ ആരോപിക്കുന്നവരാണ്. ഈ അവരുടെ ആരോപണങ്ങൾക്ക് ഒരു കരുത്തു കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്നതാണോ ഈ RSS സർക്കാര്യവാഹിൻ്റെ ഇപ്പോഴത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ്? അതിൻ്റെ വിശദമായ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങ് ആദ്യം ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഭരണഘടനയിൽ ആമുഖത്തിലുള്ള സോഷ്യലിസം, സെക്കുലറിസം ഇതെന്നാണ് അത് ആമുഖത്തിൽ വന്നത്? അത് അടിയന്തരാവസ്ഥ കാലത്തല്ലേ വരുന്നത്? അപ്പം ഭരണഘടനയുടെ യഥാർത്ഥ പ്രിയാമ്പിൾ ഡോക്ടർ PR അംബേദ്കറുടെ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രസന്റ് ചെയ്യുകയും കോൺഗ്രസ് അസംബ്ലി സ്വീകരിക്കുകയും ചെയ്ത ആ ഭരണഘടനയുടെ പ്രിയാമ്പിൾ, അതിനകത്ത് ഇങ്ങനൊരു സംഗതി ഇല്ലായിരുന്നു. സെക്കുലറിസം എന്നും സോഷ്യലിസം എന്ന് പറഞ്ഞ രണ്ട് വാക്കുകൾ അതിനകത്തില്ലായിരുന്നു. ശരിയാണ്, ഇല്ലെന്നുള്ളൊരു ഭാഗം. രണ്ടാമത്തെ ചോദ്യം, എന്നാ വന്നെന്നുള്ള ചോദ്യം പ്രസക്തമാണല്ലോ. അങ്ങ് പറഞ്ഞെന്ന് തോന്നുന്നു. അതെ, അടിയന്തരാവസ്ഥ കാലത്തെന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ശരിയാണ്. 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് കൊണ്ടുവന്നത്. അതും പാർലമെന്റിൽ ചർച്ചയൊന്നും കൂടാതെ. അതെ, ആ വിഷയത്തിലേക്ക് വരാം നമുക്ക്. അതിനു മുമ്പ് എനിക്ക് അടുത്ത് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇതിനിടയ്ക്ക് മനുസ്മൃതിയുടെ കാര്യം ഓൾറെഡി ഞാൻ വേറെ ഒരു ABCയുടെ ചർച്ചയ്ക്കകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. പക്ഷെ എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പോൾ ഭരണഘടനയെ മാനിക്കാത്തവരാണ് RSSൻ്റെ അധികാരികളും അല്ലെ BJP നേതാക്കളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെല്ലാം മാനിക്കുന്നവരാണ് ഞങ്ങൾ എന്നൊരു നിലപാടാണല്ലോ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അവരാണ്. MA ബേബി, പിണറായി വിജയനൊക്കെ പറയുന്നു. അപ്പം ഞാനൊരു ചോദ്യം അങ്ങോട്ടും കൂടെ ചോദിക്കുക. കേരളത്തിൽ നിന്ന് തന്നെ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകളിൽ ആരുടെയൊക്കെ പേര് അങ്ങേക്ക് അറിയാം? കോടതി EMS നമ്പൂതിരിപ്പാട്. ആ പേര് പറയുമോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് പറയുന്നത് MV ജയരാജനെയും ഇപ്പൊ വന്ന് സജി ചെറിയാന്റെ കാര്യങ്ങളും പറയും. അതെ അതെ അതെ. പക്ഷേ ഏറ്റവും ആദ്യം ശിക്ഷിക്കപ്പെട്ടത് അതങ്ങ് പറഞ്ഞത് എനിക്ക് വളരെ തൃപ്തിയായി. കാരണം തലമുറകൾ മറന്നുപോയി. അതാണ് ഒന്ന് ആലോചിച്ചത്. കാരണം പെട്ടെന്ന് എന്റെ ഓർമ്മയിൽ അങ്ങിപ്പോ പറഞ്ഞ. ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചു ഉത്തരം പറയാം. ഏതെങ്കിലും RSSന്റെ സർക്കാര്യവാഹിനെയോ സർസംഘചാലകനെയോ ഭരണഘടനയുടെ സംരക്ഷക സ്ഥാനം വഹിക്കുന്ന ഏതെങ്കിലും കോടതി അധികാരികളെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത് പോട്ടെ, അവർക്കെതിരെ ഒരു കേസെങ്കിലും വന്നിട്ടുണ്ടോ? എൻ്റെ ഓർമ്മയിലില്ല. ഇല്ല. അപ്പം മനസ്സിലായില്ലേ? സംഘത്തിന്റെ അധികാരികളെയും ഈ പറയുന്നവരുടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ആശയം, സ്വാധീനം, വലിപ്പം, ആ നേതാക്കന്മാരുടെ അർപ്പണ മനോഭാവം, ഇതിൻ്റെയൊക്കെ മുമ്പിൽ EMSനെയോ മാർക്സിസ്റ്റ് പാർട്ടിയോ ഒന്നും താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. എങ്കിലും ഞാൻ ചോദ്യത്തിന് വേണ്ടി ചോദിച്ചതാണ്, കൃത്യതയ്ക്ക് വേണ്ടി ചോദിച്ചതാണ്. ഇന്ന് വരെ ഒരു സർസംഘചാലകനെയോ സർക്കാര്യവാഹിനെയോ RSSന്റെ ഒരു നേതാവിനെയും ശിക്ഷിക്കപ്പെട്ടതായിട്ട് ഞാനെങ്ങും വാർത്തകളിൽ എങ്ങും കണ്ടിട്ടില്ല. എനിക്കും തീർച്ചയുണ്ട്, അങ്ങനെ വന്നിട്ടില്ല എന്ന് തീർച്ചയുണ്ട്. പക്ഷേ EMSനെ ശിക്ഷിച്ചു. EMSനെ ശിക്ഷിച്ചതിനകത്ത് 2-3 കാര്യങ്ങൾ പ്രധാനമാണ്. അത് കേരളത്തിലെ ജസ്റ്റിസ് രാമൻ നായരും ജസ്റ്റിസ് കൃഷ്ണമൂർത്തി എന്നൊരു പേരാണെന്ന് തോന്നുന്നു. ഏതായാലും ജസ്റ്റിസ് രാമൻ നായർ ആയിരുന്നു ഡിവിഷൻ ബെഞ്ചാണ്. അവരാണ് ശിക്ഷിക്കാൻ തീരുമാനിച്ചത്. 1000 രൂപ ശിക്ഷ, 1 മാസത്തെ ജയിൽ മാസവും സിമ്പിൾ ഇംപ്രസൺമെന്റ് വിധിച്ചത്. വളരെ ഗൗരവമുള്ള ശിക്ഷയായിരുന്നു. ഈ ശിക്ഷയും കൊണ്ടിട്ട് സുപ്രീം കോടതി പോയി, അപ്പീലുമായിട്ട് പോയി. അപ്പീലിന് വാദിച്ച ഒരു പ്രമുഖൻ ആരാണെന്നറിയുമോ? ഇല്ല. VK കൃഷ്ണമേനോൻ. അപ്പൊ കൃഷ്ണമേനോൻ ഉൾപ്പെടെ വാദിച്ചൊരു കേസാണ്. അത് കേട്ട ജഡ്ജിയുടെ പേര് M ഹിദായത്തുള്ള. അദ്ദേഹം ആ കേസിനകത്ത് കേൾക്കുമ്പം EMSന്റെ പ്രധാന വാചകം എന്ന് പറയുന്നത് വാദം ഞാൻ കാറൽ മാർക്സും ഏംഗൽസും
ഒക്കെ പ്രകടിപ്പിച്ച ആശയത്തിൻ്റെ പിന്തുടർച്ചക്കാരനായതുകൊണ്ട് അത് മനസ്സിലാക്കിയാണ് ഈ കോടതിയെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. അവിടെ ജസ്റ്റിസ് ഹിദായത്തുള്ള പറഞ്ഞ മറുപടിയുണ്ട്. താങ്കൾ ഇനി ഒരു കാര്യമാണ് ഞാൻ ചോദിക്കാം. ഇവിടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലെ ആവട്ടെ, ഇന്ത്യയിലെ പറയുന്നില്ല ഞാൻ, മാർക്സിസത്തെക്കുറിച്ച് ഏറ്റവും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആള് ആരാണെന്നാണ് അങ്ങയുടെ അഭിപ്രായം? മാർക്സിസത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആള് എനിക്ക് EMS കേദാമോദരൻ. സ്വാഭാവികമായിട്ടും കേദാമോദരന്റെ കാര്യം കൂടെ നിൽക്കട്ടെ. EMS ആണ്. ആ EMS അവകാശപ്പെടുകയാണ് കാറൽ മാർക്സിന്റെ എംഗൽസിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കോടതിയെ വിമർശിച്ചെന്ന് പറഞ്ഞു. ജസ്റ്റിസ് ഹിദായത്തുള്ള വളരെ സുന്ദരമായി മറുപടി പറഞ്ഞതിന്, നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണ് എന്ന്. കാറൽ മാർക്സിനെയും എംഗൽസിനെയും EMS പഠിച്ചതും മനസ്സിലാക്കിയതും തെറ്റാണെന്ന് ജസ്റ്റിസ് ഹിദായത്തുള്ള സുപ്രീം കോടതിയിലെ ആ ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കാട്ടി കൂടുതൽ അടിയും ഒരു ശിക്ഷ EMS വേണ്ടല്ലോ. അതെ. അയ്യോ, ആ ഒരു ശരിക്കും പറഞ്ഞ ഒരു മാനസികമായ ശിക്ഷയും കൂടെയാണ്. തീർച്ചയായിട്ടും. ആ ശിക്ഷയ്ക്ക് പിന്നെ കൊടുത്തൊരു കൺസെഷനാണ് ഏതായാലും പോട്ടെ, കുറ്റം ചെയ്തു തന്നെ ഉറപ്പിച്ചു. ശിക്ഷയിൽ ഒരു ദയനീയത കാട്ടി. കൃഷ്ണമേനോന് പോലെ EMSനെ സംരക്ഷിക്കാൻ പറ്റിയില്ല. ശിക്ഷയിൽ ഒരു ഇളവ് കൊടുത്തു. 1000 എന്നുള്ളത് 50 രൂപയാക്കി. 1 മാസത്തെ ശിക്ഷ ഒഴിവാക്കി കൊടുത്തു. തടവ് ഒഴിവാക്കി. എന്താണെന്നറിയോ, മറ്റേ ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ മത്സരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സുപ്രീം കോടതിയോട് ചോദിച്ചടി വാങ്ങിയ EMSും കമ്മ്യൂണിസ്റ്റുകാരനും പറയുകയാണ്, RSS സർക്കാർ വാക്ക് പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമാണ് പോലും. ഇനി നമുക്ക് ഈ പറഞ്ഞ ഈ എന്താ പറയുക ഭേദഗതിയിലേക്ക് വരാം. ഈ പറയുന്ന സെക്യുലറിസവും സോഷ്യലിസവും അത് ഭരണഘടനയ്ക്കകത്ത് ഉണ്ടാവണമെന്നുള്ള ആവശ്യം കൊണ്ടുവന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. ഉണ്ടാകണമെന്നൊരു അഭിപ്രായം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തന്നെ വന്നതാണ്, ഉയർന്നതാണ്. അത് തള്ളിക്കളഞ്ഞതുമാണ്. അപ്പം ഇതേ ജോലിക്ക് വേണ്ടി ഏൽപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ഏറ്റിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹിച്ച ഡോക്ടർ അംബേദ്കർ, ഇവരെല്ലാം അവരുടെ സഭയിൽ ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞു ഇത് രണ്ട് ഇറലവൻ്റ് ആണ്, വേണ്ടെന്ന് പറഞ്ഞു. അനാവശ്യമാണ്, ഇറലവൻ്റ് അത് ആ വാക്കാണ് ഉപയോഗിച്ചത്. ശരിയാണ്. അത് ഇതിൻ്റെ ആവശ്യമില്ല. അനാവശ്യവും ആവശ്യമില്ലാത്തതിൻ്റെ രണ്ടാണ്. ആവശ്യമില്ലെന്ന് പറയാൻ കാരണം ധർമ്മനിരപേക്ഷതയുടെ, സെക്യുലറിസത്തിൻ്റെ അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ, ധർമ്മനിരപേക്ഷത ശരിയാവത്തില്ല, കൺസെപ്റ്റ് ഈ ഭരണഘടന മൊത്തം ഉണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. സോഷ്യലിസത്തെക്കുറിച്ച് കൃത്യമായും പറഞ്ഞു. ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ഭരണഘടന നമ്മൾ അതെ, അതുകൊണ്ട് അവർ തീരുമാനിക്കും ഭാവിയിൽ എന്ത് വേണമെന്ന്. സോഷ്യലിസം വേണോ, ക്യാപിറ്റലിസം വേണോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പത്തിക നയം എങ്ങനെയായിരിക്കും, ഇന്റഗ്രൽ ഹ്യൂമനിസം വേണോ. ദീനദയാൽ ഉപാധ്യായ കൊണ്ടൊന്ന് ഇന്റഗ്രൽ ഹ്യൂമനിസം അന്ന് വന്നിട്ടില്ല. അതാണ് വരേണ്ടെന്ന് ഭാവിയിലെ തലമുറകളാണ് സ്വീകരിക്കേണ്ടത്. ഒരു വീട് വെക്കുന്നിടത്ത് പോലും പലപ്പോഴും ബുദ്ധിയുള്ള ആളുകൾ ചെയ്യാറുള്ളത് നാളെ മക്കൾക്ക് എന്തെങ്കിലും എക്സ്പാൻഷൻ ആവശ്യമുണ്ടെങ്കിൽ എക്സ്പാൻഷന് സൗകര്യം കൊടുക്കാൻ, അല്ലാതെ അവസരം നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അങ്ങേ പറഞ്ഞു ഇത് ഒരാവശ്യമുള്ള ഘടകമല്ല, അനാവശ്യമാണെന്നല്ല പറഞ്ഞത്, ആവശ്യമുള്ള ഘടകമല്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തതാണ്. പിന്നീട് അങ്ങ് പറഞ്ഞ വിഷയം വരുന്നത് എന്തിന് ഇന്ദിരാഗാന്ധി ഇത് കൊണ്ടുവന്നുള്ളതാണ്. അത് പറയുമ്പോൾ അങ്ങ് ഓർക്കേണ്ട കാര്യമുണ്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ അന്ന് തൊട്ട്, അടിയന്തരാവസ്ഥ തൊട്ടല്ല, ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ബോധമായ പരിശ്രമങ്ങൾ പലതും ഉണ്ടായി. ഓരോന്നേ അക്കമിട്ട് പറയാം, ചർച്ചയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ കോടതിയിലെ ജഡ്ജിമാരെ ഇഷ്ടമുള്ളവരെ നിയമിച്ചു, ചില ഭേദഗതികൾ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെല്ലാം പറയും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു കൂട്ടം ഭേദഗതികൾ കൊണ്ടുവന്നു. ഒരു ഒന്നാമത്തെ ഭേദഗതി, അതായത് 40ാമത്തെയാണെന്ന് തോന്നുന്നു, ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി കൊണ്ടുവന്ന് പാസ്സാക്കിയെടുത്ത് എങ്ങനെയാണെന്നറിയാമോ? 1975 ഓഗസ്റ്റ് മാസം 7-ാം തീയതി ലോകസഭയിൽ അവതരിപ്പിച്ചു.
2 മണിക്കൂർ ചർച്ച, ഭരണഘടനാ ഭേദഗതിയാണ്. ലോകസഭ അംഗീകരിച്ചു 7-ാം തീയതി. 8-ാം തീയതി രാജ്യസഭ കൊണ്ടുവന്നു, രാജ്യസഭ അംഗീകരിച്ചു. 10-ാം തീയതി 3-ാം ദിവസം, അതായത് യേശു ക്രിസ്തു എങ്ങനെയാണ് ലോകം സൃഷ്ടിച്ചതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ 1-ാം ദിവസം ലോകസഭ, 2-ാം ദിവസം രാജ്യസഭ, 3-ാം ദിവസം നിയമസഭകൾ എല്ലാം പാസ്സാക്കി. 4-ാം ദിവസം, അതായത് 10-ാം തീയതി രാഷ്ട്രപതി ഒപ്പിട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഭാവങ്ങളെ മാറ്റുന്ന 42 പദ്ധതി എല്ലാം പറഞ്ഞു. ആ ഭേദഗതി കൊണ്ടുവന്നത് എന്തെന്നറിയുമോ? 4 ദിവസം കൊണ്ട്. എന്തിനാ അങ്ങനെ കൊണ്ടുവന്നത്? അതിൻ്റെ തൊട്ടടുത്ത ദിവസം 11-ാം തീയതി ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ആ തെരഞ്ഞെടുപ്പ് കേസ് സുപ്രീം കോടതി വരിക. അവിടെ ഇരിക്കുന്നത് ഇന്ദിരാഗാന്ധി മറ്റ് ജഡ്ജിമാരുടെ അവരെ ഒഴിവാക്കിക്കൊണ്ട് സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് താല്പര്യപൂർവ്വം വെച്ച AN റേ ആണ് ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം വിധി അനുകൂലമായി കൊടുക്കും. എങ്കിലും അതിനും ഒരു നിയമം വേണ്ടേ? അതിനുണ്ടാക്കിയ നിയമമാണ് പ്രസിഡന്റിൻ്റെയോ പ്രധാനമന്ത്രിയുടെയോ സ്പീക്കറുടെയോ തെരഞ്ഞെടുപ്പിനെ വെല്ലുവിളിക്കാൻ പാടില്ല എന്നൊരു ഭാഗം ഉണ്ടാക്കിയിട്ട് ആ നിയമമാണ് ഈ പറഞ്ഞ രീതി പാസ്സാക്കിയത്. ഇനി മറ്റതിലേക്ക് വരാം. 42-ാം ഭരണഘടനാ ഭേദഗതി. 42-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ അത് ഭേദഗതി ചെയ്യുകയായിരുന്നില്ല, അട്ടിമറിക്കുകയായിരുന്നു, മാറ്റിമറിക്കുകയായിരുന്നാണ് HV കമ്മത്ത് എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് നേതാവ് അന്നേ പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അതിനകത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എണ്ണി പറയാൻ പോയാൽ അതിനെക്കുറിച്ച് മാത്രം ഒരു ചർച്ച വെക്കണം. എന്നിട്ട് അതിൽ ഈ 2 സംഗതി കൊണ്ടുവന്നു. അതിലാണ് പ്രിയാമ്പിളിനകത്ത്. അപ്പോൾ നേരത്തെ തന്നെ ഒരു കേശവാനന്ദ ഭാരതി കേസിലും മറ്റും അന്ന് പറഞ്ഞ കാര്യമാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഭാവത്തെ മാറ്റാൻ പാടില്ല, ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കൂട്ടിച്ചേർക്കാനും പറ്റില്ല, മാറ്റാനും പറ്റില്ല. പ്രിയാമ്പിള് മാത്രമല്ല ബേസിക് സ്ട്രക്ചർ, പ്രിയാമ്പിളും അല്ല ബേസിക് സ്ട്രക്ചർ. എങ്കിലും പ്രിയാമ്പിള് ബേസിക് സ്ട്രക്ചറിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പം അവിടെ കൊണ്ടുവന്ന് ചേർക്കുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ഒരു കാര്യമായിപ്പോയി. അത് മാറ്റണമെന്ന് ആരെങ്കിലും ആവശ്യപ്പെടുമ്പം മാറ്റാൻ പരിശ്രമിച്ചാൽ വിമർശിക്കാം. അദ്ദേഹം പറഞ്ഞത് മാറ്റണമെന്നല്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതെ, മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതിന് ഞാൻ പറഞ്ഞു വിചാരിച്ചോളൂ. എന്നെ പോലെ അങ്ങനെ തന്നെ ആവശ്യപ്പെടുന്നത്. സാധാരണക്കാരനാണ് ഞാൻ പോലെ വെച്ചുകൊണ്ട് മാറ്റണമെന്ന്. ഇവിടെ ഒരു കാര്യം ഓർക്കണം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്തെല്ലാം മഹത്വം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യം മറക്കാൻ പാടില്ല. അത് ഹിന്ദു വികാരം ശരിക്കും ഉൾക്കൊണ്ട ഒരു സമൂഹമോ ഒരു സഭയോ ആയിരുന്നില്ല തീരുമാനിച്ചത്. അതിന് കാരണമുണ്ട്. 1947 സ്വാതന്ത്ര്യം കിട്ടി. 48 ഗാന്ധിവധത്തിന് ശേഷം ഹിന്ദുവിൻ്റെ ശബ്ദത്തെ അടിച്ച് തകർക്കാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശക്തമായ പരിശ്രമം നടക്കുന്നു. സംഘത്തെ നിരോധിച്ചു, കള്ളക്കേസിൽ പലരെയും കുടുക്കി, സംഘത്തിൻ്റെ അധികാരികളെ അഴികൾക്കുള്ളിലാക്കി. ഭാരതത്തിലെ ഹിന്ദുവിൻ്റെ വികാരം ഉണരാതിരിക്കുന്നതിന് ചെയ്യാവുന്ന എല്ലാം ചെയ്ത ശേഷമാണ് 1949 നവംബർ 26-ാം തീയതി ഈ ഭരണഘടന നിർമ്മാണ പ്രോസസ്സിലേക്ക് പോകുന്നത്. പാകിസ്ഥാനെന്നും ഇന്ത്യയെന്നും 2 തരത്തിൽ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം മുസ്ലിം വിഭാഗം അവരുടെ രാഷ്ട്രമായി പോയി കഴിഞ്ഞ ശേഷം സ്വാഭാവികമായും ഹിന്ദുവിനുണ്ടാകുന്നൊരു വികാരമായിരുന്നു ബാക്കി നിൽക്കുന്ന രാജ്യങ്ങളിൽ ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണമെന്നുള്ളത്. അത് മറ്റാർക്കേലും ഒന്നും കൊടുക്കരുതെന്നല്ല, ഹിന്ദുവിനില്ലാത്തത് വേറെ ആർക്കും കൊടുക്കാത്തൊരു ഭരണഘടനയെങ്കിലും വേണം ഭാരതത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു. നിങ്ങൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 30 മാത്രം അവിടെ വായിച്ചു നോക്കൂ. 30(1) ന്യൂനപക്ഷത്തിന് വേണ്ടി പ്രത്യേക ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അനുവദിച്ചു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ മറ്റൊന്നും ചർച്ച ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, അന്ന് അവഗണിക്കപ്പെട്ട ഹിന്ദുവിൻ്റെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ വേണ്ടി വീണ്ടും കൂട്ടിച്ചേർത്ത, മായം ചേർക്കുന്ന പോലെ ചേർത്ത ചില കാര്യങ്ങളൊക്കെ മാറ്റണം. ഭരണഘടനയെ ഭാരതത്തിൻ്റെ തനിമയനുസരിച്ചുള്ള മതനിരപേക്ഷതയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ധർമ്മം ഉണ്ടാവണം. അതെ, മതനിരപേക്ഷ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെവിടെയാണ് ഭരണഘടനയ്ക്കകത്ത് വർഗീയതയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മനുസ്മൃതിയെ കൊണ്ടുവരണം?
അതൊന്നും ഒരു കാര്യമില്ലാത്ത സംസാരമാണ്. ലക്ഷ്യം മറ്റൊന്നുമല്ല. അവഗണിക്കപ്പെട്ട, അവഹേളിക്കപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ഹിന്ദുവിൻ്റെ വികാരം, അവൻ്റെ ശബ്ദം ഉയരുന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് പറയുമ്പം MA ബേബിയും പിണറായി വിജയനും ഒക്കെ ഒരു കാര്യം കൂടി ഓർക്കണം. സ്വയം കൃതാനർത്ഥം ചോദിച്ച് വാങ്ങിയതാണെങ്കിലും, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വിപ്ലവത്തിൻ്റെ അട്ടിമറിയിലുള്ള സോവിയറ്റ് സഹായത്തോടുകൂടി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി സമരത്തിന് പോയിരുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആവശ്യങ്ങളും ഭരണഘടനാ നിർമ്മാണ സഭയിൽ വേണ്ടത്ര ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവരെ ഒന്ന് ജയിലിനുള്ളിലും ഇടിമുറിയിലും ഒക്കെ ആക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിരോധിക്കപ്പെട്ട ഒരു കാലം കൂടായിരുന്നു. അതുകൊണ്ട് ഹിന്ദുവിനെ പോലെ അവരെ നിരോധിക്കപ്പെട്ടൊരു കാലത്ത്, അവരെയും അടിച്ചമർത്തപ്പെട്ടൊരു കാലത്തുണ്ടാക്കിയൊരു ഭരണഘടനയാണെന്നും ആ ഭരണഘടനയിൽ എന്തെങ്കിലും സകാരാത്മകമായ മാറ്റം വരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുകയോ പറയുകയോ ചെയ്താൽ അവരെ കുറ്റം പറയുന്നത് ശരിയല്ലെന്നും, ഭാരതത്തിലെ എല്ലാ മതങ്ങൾക്കും തുല്യാവകാശമുള്ള, ഹിന്ദുവിനെ അവഗണിക്കപ്പെടാത്ത, അരികുവൽക്കരിക്കാത്ത, അവഹേളിക്കാത്ത, ചുരുക്കത്തിൽ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ 100,000-ഓളം വരുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ സർക്കാരിൻ്റെ കൈകടത്തിലാവാം. മറ്റെങ്ങും പാടില്ല എന്ന് പറയുന്നതെങ്കിലും മാറണ്ടേ? വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പറ്റി കൊടുത്ത പ്രത്യേക അനുകൂലങ്ങൾ ഇല്ലാതാക്കണ്ടേ? അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് പരിഗണനയില്ലാത്ത, ആർക്കും അവഗണനയില്ലാത്ത, ജസ്റ്റിസ് ഫോർ ആൾ ആൻഡ് അപ്പീസ്മെന്റ് ഓഫ് നൺ എന്ന തരത്തിലേക്ക് ഭരണഘടന മാറണം, ഭരണ സംവിധാനവും മാറണം, അന്തരീക്ഷവും മാറണം. അതിനാരെങ്കിലും ശ്രമിച്ചാൽ അവരെ വിമർശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധ അന്യായമാണ്, അനീതിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.